മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രതിരോധ മരുന്നായ മോണോക്ലോണൽ ആന്റിബോഡി എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, ഗുരുതരമായ അവസ്ഥയാണെങ്കിലും ആന്റിബോഡി എത്തുന്നതോടുകൂടി ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെയും പ്രതീക്ഷ അസ്തമിപ്പിച്ചുകൊണ്ട് 14-കാരൻ യാത്രയായിരിക്കുകയാണ്. നിപ്പ ബാധിച്ച കുട്ടി മരിച്ചിരിക്കുന്നു. ആരോഹിന് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത, അത് മലപ്പുറത്തുകാരെ മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അത് വന്നിരിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ട ആന്റിബോഡി, അതായത് മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ സാഹചര്യത്തിലാണ് ആ കുട്ടി 14 വയസ്സുകാരൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരുപാട് ദിവസമായ കുട്ടി തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് കാര്യമായി, അല്ലെങ്കിൽ എല്ലാവരും മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ട് വളരെ സങ്കടകരമായിട്ട് ആ കുട്ടി മരണപ്പെടുന്ന ഒരു വാർത്ത, അത് തീർത്തും മാധ്യമ പ്രവർത്തകർ മാത്രമല്ല മലയാളികൾക്കാകെ, മലപ്പുറത്തുകാർക്കാകെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായി പറയേണ്ടത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, പാണ്ടിക്കാട് സ്വദേശിയാണ്. ഈ കുട്ടിക്കാണ് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരാനിരിക്കെയാണ് ഈ മരണ വാർത്ത എത്തുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും കുട്ടിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനൌദ്യോഗികമായിട്ടാണ് ഇക്കാര്യം അറിഞ്ഞിട്ടുള്ളത്. മറ്റ് വൃത്തങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത അറിഞ്ഞിട്ടുള്ളത്. ആശുപത്രി അധികൃതരിൽ നിന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി, സോണൽ, ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കാരണം നിപയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ 14-കാരൻ ഗുരുതരാവസ്ഥയിലാണെങ്കിലും സ്ഥിതി അതേ സാഹചര്യത്തിൽ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ മോണോക്ലോണൽ ആന്റിബോഡി എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നതും. പക്ഷേ നിർഭാഗ്യവശാൽ കുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ആശങ്ക ഏറുന്ന ഒരു സാഹചര്യം തന്നെയാണോ സംസ്ഥാനത്തുള്ളത്? കാരണം ഹൈറിസ്ക് വിഭാഗത്തിൽ 63 പേരോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിപ്പയിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നതോടുകൂടി നിലവിലെ കാര്യങ്ങളെയൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? സോണൽ, എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനു മുൻപ് ആശങ്ക ഏറ്റുന്ന ഒരു സംഭവമായി ഈ നിപ്പ മരണത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി തന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്ത, അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ആരോഗ്യമന്ത്രി ഉള്ള മീറ്റിംഗിന് തൊട്ട് സമീപം, അതായത് കളക്ടറേറ്റിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. അതിന് തൊട്ട് പുറത്ത് തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി പുറത്തു വന്ന് കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. കാരണം ഈ കുട്ടി ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. അത് ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കുട്ടി വളരെ മിടുക്കനാണ്, ഒരു ഫുട്ബോൾ പ്ലെയറാണ്, ഇത്തരത്തിൽ എല്ലാവരുമായി സൗമ്യമായി പെരുമാറുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ ആദ്യഘട്ടത്തിൽ നൽകാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ പിന്നീട് ഗുരുതര അവസ്ഥയിലേക്ക് കടന്ന സമയത്ത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഇന്നലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുന്നത്. വേണ്ട ചികിത്സയെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തു എന്നാണ് ആദ്യഘട്ടം മുതലേ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഈ കുട്ടിക്ക് വേണ്ട മരുന്ന് എത്തി നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിലൊരു മരണ വാർത്ത നമ്മളെ തേടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടിക്കായി, ഈ 14 വയസ്സുകാരനായി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച, അത് നമ്മൾ മലപ്പുറം ജില്ലയെ മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനൊടുവിലാണ് ഇത്തരം ഒരു എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് മരണ വാർത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ഇനി നമുക്ക് വേണ്ടത്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രോഹിണി. അതെ സോണൽ, അതുമാത്രമല്ല 246 പേർ സമ്പർക്ക പട്ടികയിൽ, അതിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. രോഗലക്ഷണങ്ങൾ കാണിച്ച 2 പേരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 14-കാരൻ്റെ മരണത്തോടുകൂടി വല്ലാതെ ആശങ്കയിലാകുകയാണോ സംസ്ഥാനം?
തീർച്ചയായിട്ടും അത്തരമൊരു തലത്തിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഇന്ന് 246 പേർ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അതിൽ 63 പേർ അത് ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളതാണ്. അതിൽ രോഗലക്ഷണങ്ങളെ കാണിച്ച കുട്ടിയുമായി അടുത്ത സമ്പർക്കമുള്ള 2 പേരുടെ സ്രവം ഇന്ന് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏകദേശം വൈകിട്ടോടെ അതിന്റെ ഫലം വരും എന്നാണ് ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും കൃത്യമായിട്ടൊരു രൂപം ഇതുമായി ബന്ധപ്പെട്ട വരും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. അത് പക്ഷേ തുടർന്നും വേണം എന്നുള്ളൊരു കാര്യം കൂടി ആരോഗ്യവകുപ്പ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. 2 പഞ്ചായത്തുകളാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് കുട്ടിയുടെ വീടുള്ള പഞ്ചായത്തും സ്കൂളുള്ള 2 പഞ്ചായത്ത്, അതായത് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളാണ്. ഈ 2 പഞ്ചായത്തുകളിലും കൃത്യമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടത് കൂട്ടൻ കൂടാൻ പാടില്ല. അതിനു പുറമെ ഇത്തരത്തിൽ തിയേറ്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ല. മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മാസ്ക് നിർബന്ധമായി ധരിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം ഉൾപ്പെടെ അത് പാടില്ല എന്നുള്ളൊരു കാര്യം ആരോഗ്യവകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ തരത്തിൽ ഇതിനെ പിടിച്ചു കെട്ടാമെന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് നിപ്പയാണോ എന്ന സംശയം വന്ന ഘട്ടത്തിൽ തന്നെ കടന്നിരുന്നു. ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ പ്രത്യേകമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചൊരു വിഭാഗത്തെ തന്നെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയതാണ്. 30ഓളം വാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 6 ബെഡ് അടങ്ങുന്ന ഒരു ICU വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഒരുക്കിയതാണ്. കൃത്യമായി പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. പക്ഷേ ഏറ്റവും സങ്കടകരമായ മരുന്നെത്തുന്ന സമയത്ത് തന്നെ ആ കുട്ടി 14 വയസ്സുകാരൻ നമ്മളെ വിട്ടു പോയിരിക്കുന്നു എന്ന സങ്കട വാർത്തയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും അതായത് രോഗലക്ഷണങ്ങൾ കാണിച്ച 2 കുട്ടികളുടെ ഫലം ഇന്ന് ഏകദേശം വൈകിട്ടോടുകൂടി വരും. ആ ഫലം കൂടി വന്നാൽ മറ്റുള്ള കാര്യത്തിലൊരു രൂപം വരും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കർശനമായിട്ടുള്ള നിയന്ത്രണം ഈ 2 പഞ്ചായത്തുകളിലും നടത്തിയിട്ടുണ്ട്. ഈ 246 പേരടങ്ങുന്ന സ്ഥലങ്ങൾ, പ്രത്യേക കേന്ദ്രങ്ങൾ, അവരുടെ വീടുകൾ ഉൾപ്പെടെ നിരീക്ഷിച്ചു വരികയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ ഒന്നും പാടില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങളും സാധനങ്ങളും എല്ലാം എത്തിക്കാൻ അതിന് വേണ്ട വളണ്ടിയേഴ്സിനെ സജ്ജമാക്കിയിട്ടുണ്ട്. അവരാണ് ഇവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകുന്നത്. ജനങ്ങളും പൂർണ്ണമായി സഹകരിക്കണമെങ്കിൽ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു കാര്യത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പൂർണ്ണമായി നിപ്പയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സങ്കടകരമായിട്ടുള്ള വാർത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രോഹിണി, അത് മാത്രമല്ല, ഇപ്പോൾ കുടുംബം ക്വാറന്റൈനിൽ കഴിയുകയാണ്. 14കാരൻ്റെ മരണ വാർത്ത കുടുംബം അറിയേണ്ടതുണ്ട്. അത് വലിയ ദുഃഖത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. തുടർന്നുള്ള നടപടിക്രമങ്ങൾ, ഇപ്പോൾ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും അത്തരം ചടങ്ങുകൾ നടക്കുക എന്നുള്ളതും അറിയില്ല. അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വ്യക്തത എപ്പോഴായിരിക്കും വരുന്നത്? ഞാൻ സോണലിലേക്ക് എത്താം. ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഡോക്ടർ അജിത് ഭാസ്കർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അജിത് ഭാസ്കർ, മലപ്പുറത്ത് നിപ്പ ബാധിതനായ 14കാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ 246 പേർ സമ്പർക്ക പട്ടികയിലും 63 പേർ ഹൈ റിസ്ക് പട്ടികയിലുമാണുള്ളത്. നോക്കാം, നമ്മുടെ ഈ നിപ്പ എന്ന് പറയുന്നത് നമുക്ക് പേര് കേൾക്കുമ്പോൾ 2018 മുതൽ നമ്മൾ 17-18 മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ 18-19 പേരിൽ ഏകദേശം 18ഓളം പേര് മരണമടഞ്ഞു. 1-2 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം 1-2 പ്രാവശ്യം 3 പ്രാവശ്യത്തോളം നിപ്പ വന്നിട്ടുണ്ട്. അപ്പൊ നിപ്പ എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ ഈ കോവിഡ് പോലെയോ മറ്റുള്ള ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ, പനി പോലെയോ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു എൻഡമിക്കാണ്, ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ശ്രീ അജിത് ഭാസ്കർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ്, താങ്കളിലേക്ക് എത്താം. മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ
റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും സങ്കടം ഉള്ള, വിഷമമുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 11:20-11:30 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാഡം, ഇനി മറ്റ് സംസ്കാര ചടങ്ങുകളും ഒക്കെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കുമോ അതോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ? എങ്ങനെ? അതെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടോകോൾ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക. അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുള്ളൊരു പ്രോട്ടോകോളാണ് അതിലുള്ളത്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക. ജില്ലയിലേക്ക് കൊണ്ടുവരുമോ അതോ കോഴിക്കോട് തന്നെ സംസ്കരിക്കാൻ? അതെല്ലാം വീട്ടുകാരുമായിട്ട് കൂടി, അവരുടെ അച്ഛനും അമ്മ, അതുപോലെ അച്ഛൻ്റെ സഹോദരൻ, ഇവർ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് ആയിരിക്കും ചെയ്യുക. സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ചെയ്യും. അച്ഛനും അച്ഛൻ്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട്. ഏറ്റവും ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടും ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ മറ്റൊരു വിഷയമുള്ളത്, ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ പാണ്ടിക്കാട് നിന്നും ആനക്കായത്തു നിന്നൊക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് പോകുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്ന് ഞായറാഴ്ച ആയിരുന്നത് കൊണ്ടാണ് അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇന്നിപ്പോൾ വൈകുന്നേരം അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ പ്രകാരം ആ ഉത്തരവുകളിൽ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് കളക്ടർ ഉത്തരവിറക്കും. കോഴിക്കോട് മെഡിക്കൽ എത്ര പേരാണുള്ളത് ഈ രോഗലക്ഷണമുള്ളവരോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവരോ? 3 പേരാണ് അവിടെ ഉള്ളത് ഐസൊലേഷനിൽ. പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള 4 പേർ അഡ്മിറ്റഡ് ആണ്. അതിൽ ഒരാൾക്ക് ICU സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു വൈറൽ പനി അവർക്ക് സ്ഥിരീകരിച്ചിരുന്നു ഒരാൾക്ക്. അപ്പോൾ ഇതാണ് എന്നുള്ളത് ഡോക്ടേഴ്സ് കരുതുന്നില്ല. എന്നിരുന്നാൽ പോലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർ ഭയക്കേണ്ടതില്ല, ഭയപ്പെടരുത്. ഏതെങ്കിലും തരത്തിൽ, കാരണം നമുക്ക് സിംറ്റംസ് ഉള്ളവർ തന്നെ ഇല്ല എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ലാസ്റ്റ് കോണ്ടാക്റ്റിന് ശേഷം ഇത്രയും ദിവസങ്ങൾ എടുത്തല്ലോ. ഇപ്പോൾ സ്കൂളിൽ തന്നെ 11-ാം തീയതിയാണ് ഈ മോൻ പോയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇത്രയും ദിവസങ്ങളായിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് സിംറ്റംസ് വലുതായിട്ട് ഇല്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമുക്ക് ഈ എല്ലാവരെയും സാമ്പിൾ ഹൈ റിസ്ക് ഉള്ളവരെ എടുക്കും. രോഗലക്ഷണങ്ങളുള്ളവരെയാണ് ആദ്യം സാമ്പിൾ എടുക്കുന്നത്. ഈ മോണോക്ലോണൽ ആന്റിബോഡി ഉണ്ടോ? അത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സജ്ജീകരിക്കുന്ന തരത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? അത് ഓൾറെഡി നമ്മൾ കേരളം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് അത് ICMR എത്തിച്ചത്. അത് അവരുടെ പ്രോട്ടോകോൾ പ്രകാരം അവിടെയാണ് സൂക്ഷിച്ചത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഈ കാര്യം രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. അവർ 3:30 തന്നെ അവിടുന്ന് ഷിപ്പ് ചെയ്തു. അത് എത്തിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം 5 ദിവസത്തിനുള്ളിൽ നിന്നാണ്. വൈറസ് ബാധ ഉണ്ടായതിനു ശേഷം 5 ദിവസത്തിനുള്ളിൽ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കണം. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല ആയിരുന്നു. അതുകൊണ്ടാണ് 10 ദിവസം ആണെങ്കിലും ഈ മോണോക്ലോണൽ ആന്റിബോഡി കൊടുക്കുന്നതിന് നമ്മൾ തീരുമാനിക്കുക. അതിനാണ് മെഡിക്കൽ ബോർഡ് ചേർന്നിട്ട് 5 ദിവസമല്ല, ഇത്ര ദിവസമാണെങ്കിലും ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, അപ്പോൾ അതിന് ചാൻസസ് വളരെ കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു. ഈ മോണോക്ലോണൽ ആന്റിബോഡി ഇപ്പോഴല്ല ഇപ്പോൾ കൊടുത്താലും അത് ഫലിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും അത് ഇവിടെ അവരെത്തിച്ചത് ഇവിടെ ഉണ്ടാകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ ബാധിച്ച് മലപ്പുറത്ത് മരിച്ച കുട്ടിയുടെ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത്.
14കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്ന സാഹചര്യമല്ലായിരുന്നു. കുട്ടി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഇനി തുടർ നടപടികൾ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കുമെന്നുമാണ് വീണ ജോർജ് വ്യക്തമാക്കിയത്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, എന്തെല്ലാം കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? പ്രധാനമായും ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് 11:30 കൂടിയാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഏതൊക്കെ വിധേന കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ വിട്ട കുട്ടി പോയിരിക്കുന്നു എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയാണ്. നമുക്കറിയാം, ഇതിനെ പ്രതിരോധിക്കാനുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴേക്ക് കുട്ടി മരണപ്പെടുന്ന സാഹചര്യം, അത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ മറ്റ് രോഗലക്ഷണങ്ങളുള്ളവരാരും തന്നെ ഭയക്കേണ്ടതില്ല. നമ്മൾ കൃത്യമായി അതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. കാരണം ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരുടെ ഫലം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടി എത്തും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള 63 പേരുടെ ശ്രമം എന്തായാലും ഘട്ടങ്ങളായിട്ട് പരിശോധിക്കും. അതിൽ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യമെല്ലാം തന്നെ ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ അത്തരം ഒരു കാര്യത്തിൽ ഉണ്ടാവുക. എന്തായാലും ഈ രോഗലക്ഷണങ്ങൾ കാണിച്ച 2 പേരുടെ ഫലം അത് ഇന്ന് വൈകിട്ടോടെ വരും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റൊരു വ്യക്തി കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. പക്ഷേ ആ വ്യക്തിക്കും ഇത് നിപ്പ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ആ വ്യക്തിയുടെയും സാമ്പിൾ ഇതിനോടകം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഈ 2 പേർ, ഈ നിരീക്ഷണത്തിലുള്ളവരിൽ 2 പേർ അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ചികിത്സ, വേണ്ട നടപടികളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കുട്ടിയുടെ മരണവാർത്ത തന്നെയാണ് എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്ത്, പരിസര പ്രദേശത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഇനി കടുപ്പിക്കാൻ തന്നെയാണ് ആ തീരുമാനം. നമുക്കറിയാം, ഇതിനു മുമ്പും കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഈ 2 പഞ്ചായത്തുകളിലായിട്ട് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തുടർന്നും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് 246 പേരാണ് ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 63 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നവരാണ്. അതിൽ 2 പേരാണ് അത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ആ 2 പേരുടെ സാമ്പിളിന്റെ ഫലം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടി വരും. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു രൂപം കൃത്യമായി തങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്ന, ഓരോരുത്തരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അതിജീവിച്ച ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആ 14കാരൻ, 9ാം ക്ലാസ്സുകാരൻ എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മളെ പ്രതീക്ഷകളല്ലേ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കുട്ടി നമ്മളെ വിട്ട് പിരിയുന്ന സാഹചര്യം, ആ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഐസൊലേഷൻ ആണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുവുമാണ് നിലവിൽ ഐസൊലേഷനിലുള്ളത്. അത് അവർ 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കുട്ടിയുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിച്ച് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളുമായി സംസാരിക്കും. അതിനുശേഷമാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഒരുപക്ഷെ കോഴിക്കോട് വെച്ചോ അല്ലെങ്കിൽ വീട്ടിന്റെ അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടാണോ സംസ്കാരം എന്നുള്ള കാര്യത്തിലൊക്കെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത, അത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വാർത്ത. കാരണം അവസാന നിമിഷം വരെ കുട്ടി അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മലയാളികളുടെ ഒന്നടങ്കം ഒരു പ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടി, 14 വയസ്സുകാരന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വിഫലമായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. എന്തായാലും സങ്കടകരമായിട്ടുള്ള ആ വാർത്ത തന്നെയാണ് 14കാരന്റെ മരണം. രോഹിണി.